വെള്ളക്കെട്ട് പ്രശ്നത്തിൽ എറണാകുളം താന്തോണിത്തുരുത്ത് നിവാസികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മന്ത്രി പി രാജീവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. വേഗത്തിൽ പരിഹാരം കാണാമെന്ന ഉറപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. ദ്വീപിനു ചുറ്റും 5 മീറ്റർ വീതിയിലെ ഔട്ടർ ബണ്ട് പ്രായോഗികമല്ലെന്നും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്ക് ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഈ പറയുന്ന പ്രദേശം യഥാർത്ഥത്തിൽ CRZ 1A CRZ 1B ഇതിലാണ് പെടുന്നത്. അത് ചിലർ പറയുന്ന പോലെ കോർപ്പറേഷൻ അതിർത്തി ആയതുകൊണ്ട് അല്ല, ഏത് ലോക്കൽ ബോഡി ബാധകമല്ല. കണ്ടൽക്കാട് അതുപോലെ മറ്റ് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ കാറ്റഗറിയിലാണ് ആ പ്രദേശം വരുന്നത്. ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണ്. ഇപ്പോൾ ജിഡ നൽകിയിട്ടുള്ള പ്രപ്പോസൽ, ആ പ്രപ്പോസലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് KCZMAക്ക് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നൽകുകയുണ്ട്. ആ പരിശോധനയിലാണ് അവർ അതിന് അനുയോജ്യമല്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അവർ തീരുമാനിക്കുന്നത് അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. അപ്പോൾ ആ പ്രദേശത്ത് 5 മീറ്റർ വീതിയിൽ അത്രയും കായൽ നികത്തി ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് അവർ അനുകൂലിക്കുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം എത്തുന്നു. സൈഫുനിസ, സമരം അവസാനിപ്പിക്കുന്നത് മന്ത്രി നൽകിയ എന്തൊക്കെ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ്? സുജയ പാർവതി, റിപ്പോർട്ടർ കഴിഞ്ഞ 4 ദിവസമായി നടത്തിവന്ന താന്തോണിത്തുരുത്ത് സമരത്തിന്റെ വാർത്തകളിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇന്ന് നടത്തിയ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ വീണ്ടും ഈ വിഷയത്തിൽ ഒരു ഔട്ടർ ബണ്ട് ആൻഡ് റോഡിന് വേണ്ടി അപേക്ഷ ജിഡ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ചയ്ക്കകം ജിഡ ഇത് സംബന്ധിച്ച ഒരു അപേക്ഷ KCZMAക്ക് നൽകണം. കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ഈ വിഷയം കൃത്യമായി പഠിച്ച് ഈ ജിഡയിൽ നൽകിയിരിക്കുന്ന പ്രപ്പോസൽ കൃത്യമാണെന്ന് കണ്ടെത്തി അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതിക്കായി സമർപ്പിക്കണം. കണ്ടൽക്കാടുകൾ ഏറെയുള്ള പ്രദേശമായതിനാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഔട്ടർ ബണ്ട് റോഡ് നിർമ്മാണത്തിന് ഒരു അനുമതി പത്രം നൽകേണ്ടത്. ഔട്ടർ ബണ്ട് റോഡ് നിർമ്മാണം നടത്താൻ തന്നെ 5 മീറ്റർ വീതി എന്നുള്ളതാണ് ദ്വീപുവാസികളുടെ ആവശ്യം. പക്ഷേ അത് പ്രായോഗികമല്ല. ഏറെ നടപടിക്രമങ്ങൾ പിന്നീടും പൂർത്തിയാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദ്വീപ് നിവാസികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആശുപത്രി ആവശ്യം വന്നാൽ അവരുടെ ബോട്ട് ജെട്ടി വരെ എത്തുന്ന രീതിയിൽ ഒരു ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താൻ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു 3.5 മീറ്റർ അതല്ലെങ്കിൽ ആംബുലൻസ് പോകുന്ന വീതിയിൽ ഒരു ഔട്ടർ ബണ്ട് ആൻഡ് റോഡ് നിർമ്മിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന് നീക്കുപോക്കുകളെല്ലാം തന്നെ 2 ആഴ്ചയ്ക്കകം നൽകി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകാനും MP-മാർ മുഖേന ഇക്കാര്യത്തിൽ കേന്ദ്രവുമായി സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് ഈ ഔട്ടർ ബണ്ട് നിർമ്മിക്കാനുമാണ് തീരുമാനിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഉറപ്പുകൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ താന്തോണിത്തുരുത്ത് നിവാസികൾ 4 ദിവസമായി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി സൈഫുനിസ, അവർക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം. താന്തോണിത്തുരുത്തുകാർക്ക് നീതി കിട്ടണം. ആ നീതിക്കായുള്ള പോരാട്ടത്തിൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് റിപ്പോർട്ടർ ഒപ്പമുണ്ട്.